മൈസൂറിൽ സുശക്തമായ സൈനിക ഭരണം സ്ഥാപിക്കപ്പെട്ടതോടെ ഹൈദരാലി മൈസൂർ സൈന്യത്തിൻ്റെ നായകത്വത്തിലേക്കും അതിനെ തുടർന്ന് ഭരണാധികാരത്തിലേക്കും ഉയർന്നു. ഇത് ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലുള്ള കേരളത്തിൽ മൈസൂർ ഭരണാധിപന്മാരായ ഹൈദറിൻ്റെയും ടിപ്പുവിൻ്റെയും ആഗമനം വമ്പിച്ച ആധിപത്യം ചെലുത്തുകയുണ്ടായി. ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിൽ ഹൈദരാലി നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. മൈസൂറിലെ സർവ്വ സൈന്യാധിപനായിരുന്ന നുണിരാജ് 1752 ഹൈദരാലിയെ ദിണ്ടിക്കല്ലിലെ ഫൗജേദാരായി നിയമിച്ചു. ഹൈദരുടെ ഭരണാധികാരം പാലക്കാടിൻ്റെ അതിർത്തി വരെ എത്തി. സാമൂതിരി പാലക്കാട് ആക്രമിക്കുകയും ഒരു ഭാഗം സ്വന്തം നാടിനോട് ചേർക്കുകയും ചെയ്തു. പാലക്കാട് രാജാവായ കോമിയച്ചൻ മൈസൂർ ദിവാന്റെ പ്രീതിക്കു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഹൈദറിനോട് സഹായം അഭ്യർത്ഥിച്ചു. മൈസൂറിൽ നടന്നുകൊണ്ടിരുന്ന സംഭവവികാസങ്ങളുടെ വെളിച്ചത്തിൽ സ്വന്തം ഖജനാവ് സമ്പന്നമാക്കാനുള്ള നല്ലൊരു അവസരമായി കരുതി ഹൈദരാലി പാലക്കാട് രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ചു. കേരളത്തിലേക്ക് പട്ടാളവുമായി വരുന്നതിന് മുമ്പ് തന്നെ ദിവാനും അദ്ദേഹത്തിൻ്റെ സഹോദരനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഹൈദരാലിക്ക് ശ്രീരംഗപട്ടണത്തേക്ക് പോകേണ്ടി വന്നു. അതിനാൽ തൻ്റെ സഹോദരീ ഭർത്താവായ മുക്കുറും സാഹിബിനെയാണ് പട്ടാളത്തോടുകൂടി പാലക്കാട്ടേക്ക് അയച്ചത്. പാലക്കാട് വന്ന ഉടൻ തന്നെ മുക്കുറും സാഹിബ് സാമൂതിരിയെ ആക്രമിച്ചു. മൈസൂർ സൈന്യത്തിൻ്റെ യുദ്ധമുറയുമായി പരിചയമില്ലാതിരുന്ന കോഴിക്കോട് സൈന്യം ശത്രുവിൻ്റെ മുമ്പിൽ പിൻവാങ്ങി. രാജ്യം പിടിക്കുന്നതിനേക്കാൾ പണത്തിനാണ് ഹൈദർക്ക് മോഹമെന്ന് മനസ്സിലാക്കിയ സാമൂതിരി മുക്കുറുവുമായി സന്ധി ചെയ്തു. അതിൻ്റെ ഫലമായി ഹൈദർക്ക് 12 ലക്ഷം രൂപ നൽകാമെന്നും പാലക്കാട് രാജാവിൻ്റെ പ്രദേശങ്ങൾ തിരിച്ചു കൊടുക്കാമെന്നും സാമൂതിരി സമ്മതിച്ചു. ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ സംഭാവനയുടെ ആദ്യ ഗഡുവായ തുകയും വാങ്ങിക്കൊണ്ട് മുക്കുറുവും സൈന്യവും പിൻവാങ്ങി. ബാക്കി തുക വാങ്ങുന്നതിന് അയാൾ ഒരു പ്രതിനിധിയെ കോഴിക്കോട് നിർത്തി. ആക്രമണകാരി പിന്മാറിയപ്പോൾ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുവെന്ന് സാമൂതിരി വിശ്വസിച്ചു. കൊടുക്കാമെന്ന് സമ്മതിച്ച തുക നേരിട്ട് മൈസൂർ ഗവൺമെൻറ്റിന് നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു. സ്വന്തം പ്രതിനിധികളെ അയച്ചാൽ പണം ദിവാനായ ദേവരാജിന് നേരിട്ട് നൽകാമെന്ന് അദ്ദേഹം രഹസ്യദൂതൻ വഴി അറിയിച്ചു. ദിണ്ടിക്കല്ലിലെ ഫൗജേദാറായ ഹൈദരാലി പ്രബലനായിത്തീരുന്നത് ദേവരാജിനും അദ്ദേഹത്തിൻ്റെ ഉപദേശകന്മാർക്കും ഹൈദറിൻ്റെ ശത്രുവായിരുന്ന ഹരിസിംഗ് എന്ന രജപുത്ര സൈനികനും ഇഷ്ടമല്ലായിരുന്നു. അതിനാൽ അവർ സാമൂതിരിയുടെ നിർദ്ദേശം സ്വീകരിക്കുകയും പണം നേരിട്ട് മൈസൂർ ദർബാറിലേക്ക് അയച്ചാൽ മതിയെന്നും യുദ്ധത്തിൽ നേരിട്ട ചിലവിന് നഷ്ടപരിഹാരമായി ഹൈദരാലിക്ക് 3 ലക്ഷം രൂപ നൽകണമെന്നും സാമൂതിരിയെ അറിയിച്ചു. സാമൂതിരിയിൽ നിന്ന് തുക വാങ്ങാനായി ഹരിസിംഗിനെയും അയാളുടെ രജപുത്ര സേനാ വിഭാഗത്തെയും ദേവരാജ് നിയോഗിച്ചു. എന്നാൽ ഹരിസിംഗിന് പണം വാങ്ങാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ദിവാൻ ദേവരാജ് മരണപ്പെട്ടു. ഇതറിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് ദിണ്ടിക്കല്ലിന് സമീപം താവളം അടിച്ച ഹരിസിംഗിനെയും സൈന്യത്തെയും മുക്കുറും ആക്രമിക്കുകയും തുടർന്നുണ്ടായ യുദ്ധത്തിൽ ഹരിസിംഗ് കൊല്ലപ്പെടുകയും ചെയ്തു. 12 ലക്ഷം രൂപ കൊടുക്കാതെ തന്നെ ഹൈദറിൻ്റെ പട്ടാളത്തെ പിൻവലിപ്പിക്കാൻ കഴിഞ്ഞതിൽ സാമൂതിരി സന്തോഷിച്ചു. ദേവരാജിൻ്റെ മരണത്തെ തുടർന്ന് മൈസൂറിലുണ്ടായ പ്രശ്നങ്ങളും മൈസൂറിൻ്റെ വടക്കൻ ഭാഗത്ത് മഹാരാഷ്ട്ര നടത്തുന്ന ആക്രമണവും കാരണം ഹൈദർ മലബാറിലേക്ക് വരില്ല എന്ന് സാമൂതിരി വിചാരിച്ചു. പക്ഷേ സാമൂതിരി പ്രതീക്ഷിച്ച പോലെയൊന്നുമല്ല കാര്യങ്ങൾ നടന്നത്. മൈസൂറിലെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് രാജാവിൻ്റെ നാമമാത്രമായ അധികാരത്തിന് കീഴിൽ രാജ്യത്തിൻ്റെ സർവ്വാധിപതിയായി ഹൈദർ ഉയർന്നു. പാനിപ്പട്ടിലെ പരാജയം മൂലം മഹാരാഷ്ട്രർ കുറച്ച് കാലത്തേക്ക് വലിയ പ്രശ്നങ്ങളുമൊന്നും ഉണ്ടാക്കിയില്ല. അതിനാൽ സ്വന്തം ശക്തി ഉറപ്പിക്കുന്നതിന് ഈ അവസരം ഹൈദർക്ക് ലഭിച്ചു. ചുരുങ്ങിയ 5 വർഷക്കാലത്തിനുള്ളിൽ തന്നെ ഹൈദർ മൈസൂറിലെ പ്രശ്നങ്ങളെല്ലാം അടിച്ചമർത്തി ഭരണം ശരിയാക്കുകയും രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയും വളരെ കാര്യക്ഷമമായ ഒരു സൈനിക സംഘടന സൃഷ്ടിക്കുകയും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കരുത്തുറ്റ സൈനിക ശക്തിയായി മൈസൂറിനെ ഉയർത്തുകയും ചെയ്തു.